മാന്യ സദസ്സിന് വന്ദനം. എനിക്കിന്ന് കിട്ടിയിരിക്കുന്ന വിഷയം വിദ്യാർത്ഥികളും ഗ്രന്ഥശാലകളും എന്നതാണ്. നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് ഒരു ചർച്ച ചെയ്യേണ്ട ഒരു നല്ലൊരു വിഷയം തന്നെയാണ് ഇത് എന്ന് പറയുന്നത്. കാരണം ഒരു രാജ്യത്തിന്റെ വികസനം എന്ന് പറയുമ്പോൾ അവിടുത്തെ ജനങ്ങൾ എങ്ങനെയാണ് അവരുടെ അറിവ് എന്നിവയൊക്കെ നോക്കിയിട്ടാണ് ഒരു രാജ്യത്തിന്റെ വികസനം ഉണ്ടാവുക. അപ്പോൾ ആ ഒരു മനുഷ്യന്റെ വികസനത്തിന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒന്നാണ് വായനാശീലം എന്നത്. അപ്പോൾ അത് നമ്മൾ വിദ്യാർത്ഥികളും കൊണ്ടുവരേണ്ടത് അത്യാവശ്യം തന്നെയാണ്. കാരണം നമ്മൾ ഇനി വരുന്ന തലമുറയ്ക്ക് നമ്മുടെ രാജ്യത്തെ വികസിപ്പിക്കാൻ കഴിയുന്നത് നമുക്കാണ്. അപ്പോൾ വായനാശീലം എന്ന് പറയുന്നത് നമുക്ക് വളർത്തിയെടുക്കേണ്ട ഒരു നല്ലൊരു കഴിവ് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വലിയൊരു നമുക്ക് ചെയ്യാൻ പറ്റിയ ഒന്ന് തന്നെയാണ് ഗ്രന്ഥശാലകൾ എന്ന് പറയുന്നത്. APJ അബ്ദുൽ കലാം പറഞ്ഞിട്ടുണ്ട്, നല്ല പുസ്തകങ്ങൾ എനിക്ക് മാലാഖമാരെ പോലെയാണ്, അവരെൻ്റെ ഹൃദയത്തിൽ സ്പർശിക്കുമെന്നത്. അത് വളരെയധികം ശരി തന്നെയാണ്. കാരണം നമ്മൾ നല്ല പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് നല്ല നല്ല അറിവുകൾ ലഭിക്കും. അങ്ങനെ നമുക്ക് നല്ല നല്ല അറിവുകൾ ലഭിക്കുമ്പോൾ നമുക്ക് കൂടുതൽ അറിവ് വെക്കുകയും അങ്ങനെ പല കാര്യങ്ങളും അതിലൂടെ ഉണ്ടാവുകയും ചെയ്യുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ നല്ലവണ്ണം ഇരുന്ന് വായിക്കുകയും അതിനെ മനസ്സിലാക്കി വായിക്കുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് നല്ലവണ്ണം മനസ്സിലാവുക തന്നെ ചെയ്യും. അല്ലാതെ നമുക്ക് ഒരിടത്തുനിന്ന് കേട്ടിട്ടോ അങ്ങനെ മനസ്സിലാകുന്ന ഏറ്റവും കൂടുതൽ വായിച്ചിട്ടായിരിക്കും നമ്മൾക്ക് മനസ്സിലാവുവാൻ കഴിയുക. പിന്നെ ഈ വായനാശീലം എന്ന് പറയുന്ന ഒരു ചെറിയൊരു കാര്യമല്ല. നമുക്ക് എല്ലാവർക്കും വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു വലിയൊരു ശീലം തന്നെയാണ് വായനാശീലം എന്ന് പറയുന്നത്. നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ വിദ്യാർത്ഥികൾ തുടങ്ങുകയാണെങ്കിൽ നമ്മുടെ ചെറുപ്പക്കാരും എല്ലാവരും തുടങ്ങുകയും ചെയ്യും. അത് കണ്ട് പല കുട്ടികളും വായനാശീലം തുടങ്ങുകയും ഗ്രന്ഥശാലകളിൽ പോവുകയും ഒക്കെ വായനാശീലം നല്ലവണ്ണം മുമ്പോട്ട് കൊണ്ടുപോകാനും അതിൽ വലിയൊരു കാരണമായി തീരും. നമുക്കറിയാമല്ലോ, നമ്മുടെ കേരളം എന്നത് വിദ്യാഭ്യാസത്തിൻ്റെയും ഒക്കെ വലിയൊരു മുൻപന്തിയിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ പല ഗ്രന്ഥശാലകളും ഉണ്ട് എന്ന് പറയാൻ കഴിയും. ഒരു പഞ്ചായത്തിൽ കുറഞ്ഞത് 10 ഗ്രന്ഥശാലകളും ഉണ്ട് എന്ന് പറയാം. അപ്പോൾ ആ 10 ഗ്രന്ഥശാലകളും എല്ലാ വിദ്യാർത്ഥികളും കയറി വായിക്കുകയാണെങ്കിൽ അവർക്ക് നല്ല അറിവ് തന്നെ ലഭിക്കുക തന്നെ ചെയ്യും. അപ്പോൾ നമ്മുടെ രാജ്യവും അതിലൂടെ വികസിക്കാൻ ഏറ്റവും വലിയൊരു കാരണമായി തീരുന്നു. പ്രശസ്ത എഴുത്തുകാരൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഗ്രന്ഥശാലകളില്ലാത്ത പഞ്ചായത്തുകൾ എന്ന് പറയും, ഗ്രന്ഥശാലകളില്ലാത്ത സംസ്ഥാനങ്ങളും ജില്ലകളും എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ആത്മാവ് നഷ്ടപ്പെട്ട പോലെ എങ്ങനെയാണോ അതുപോലെ ആയിരിക്കുമെന്ന്. കാരണം അവിടെ ഒരു അറിവോ ഒന്നും ലഭിക്കുകയോ ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കേരളം ഇപ്പോൾ വായനയ്ക്കും എല്ലാം വളരെയധികം മുൻപന്തിയിൽ തന്നെയാണ്. അപ്പോൾ അത് നമ്മൾ എന്തായാലും തിരിച്ചു കൊണ്ടുപോകണം, നല്ലവണ്ണം മുമ്പോട്ട് കൊണ്ടുപോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ ഇപ്പോഴത്തെ വായനാശീലത്തെ എല്ലാം നമ്മൾ എല്ലാം നശിപ്പിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ പല ടെക്നോളജികളും വളർന്നു വന്നിരിക്കുന്നത്. ഉദാഹരണത്തിന് ടെലിവിഷൻ, ഇന്റർനെറ്റ് പോലുള്ള നല്ല ടെക്നോളജികളൊക്കെ വളർന്നു വന്നതോടുകൂടി തന്നെ മനുഷ്യരുടെ മടിയും ഒക്കെ വളരെയധികം കൂടി വരികയാണ്. കാരണം ടെലിവിഷനും ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് അത് വ്യക്തമായിട്ട് മനസ്സിലാവുകയും ഏത് അറ്റത്ത് നടക്കുന്ന കാര്യങ്ങളും പെട്ടെന്ന് അറിയാനും ഒക്കെ കഴിയുന്നത് വളരെയധികം സത്യം തന്നെയാണ്. പക്ഷെങ്കിൽ വായന ഇഷ്ടപ്പെടുന്നവർ എന്നും വായന തന്നെ ഇഷ്ടപ്പെടുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ അവർ എത്ര വലിയ ടെലിവിഷനൊക്കെ വരികയാണെങ്കിൽ പോലും അവർ നല്ലവണ്ണം വായിക്കുകയും ഒക്കെ ചെയ്യും. അപ്പോൾ അവർക്ക് അതിൻ്റെ അറിവ് എന്തായാലും ലഭിക്കുന്നതെന്ന് ഒരു സംശയവുമില്ല എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. പക്ഷെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് വായന ഇഷ്ടപ്പെടുന്നവർ വളരെയധികം കുറവ് തന്നെയാണ്. ഇപ്പോൾ ഇതിലെണ്ണാവുന്നത്ര പേര് വായന ഇഷ്ടപ്പെടുന്നുള്ളൂ. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു കൊടുക്കുകയും അവരെ വായനാശീലത്തിലോട്ട് കൂടുതൽ കൊണ്ടുപോവുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ആ വിദ്യാർത്ഥികൾ കൂടുതൽ അറിവ് ലഭിക്കുകയും രാജ്യത്തിന്റെ വികസനം നമുക്ക് ഉറപ്പാക്കാൻ കഴിയുകയുമുള്ളൂ. അപ്പോൾ രാജ്യത്തിന്റെ വികസനം എന്ന് പറയുന്നത് വായനാശീലത്തിലൂടെയാണെന്ന് നമുക്ക് പറയാൻ കഴിയും. പല അറിവുകളും ഒക്കെ നമുക്ക് അതിലൂടെ ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾക്കറിയാമല്ലോ, പല യാത്ര ചെയ്യുന്നവരുടെയും വീഡിയോകൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്കും ആഗ്രഹം ഉണ്ടാകും അവിടെയൊക്കെ പോകണമെന്നും ഒക്കെ വളരെയധികം ആഗ്രഹം ഉണ്ടാകും. പക്ഷേ നമ്മൾ ആ ഒരു നല്ല ഒരു യാത്രാ വിവരണം നമുക്ക് എടുത്തു വായിക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ എത്തിയെന്ന ഒരു ഇതുണ്ടാവും നമുക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, വായനാശീലം എന്നത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. നമുക്ക് അത് നല്ലവണ്ണം നമുക്ക് നല്ല രീതിയിൽ മനസ്സ് വെച്ച് വായിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ എത്തിയുള്ള ഒരു ഫീൽ നമുക്ക് ലഭിക്കുകയും തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് ഗ്രന്ഥശാലകൾ നമ്മൾ കയറണമെന്നും അവിടുത്തെ പുസ്തകങ്ങളൊക്കെ വായിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് അറിവ് വർദ്ധിക്കുകയും ചെയ്യുന്നത്. എനിക്ക് പറയാനുള്ളത്, വായനാശീലത്തെക്കുറിച്ച് വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ചെയ്യുകയും ആണെങ്കിൽ മാത്രമേ രാജ്യത്തിൻ്റെ വികസനം ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു. നന്ദി.